പക്കോട ആക്കി ഇപ്പോൾ കാണിച്ചു തരാം. ഈ മുടി ഇങ്ങനെ ഉള്ള രഹസ്യം എന്നാ? അത് തമ്പുരാനോട് ചോദിക്കണം, ഇയാളുടെ മുടി എങ്ങനെയായി. എൻ്റെ മോനെ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കൂടുതൽ മുമ്പ് അവനും തരും. ഇത് എളുപ്പം ആർക്കും ഉണ്ടാക്കാവുന്ന സാധനമാണ്. എല്ലാവർക്കും സംസാരം ടിവിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോഴിമരുന്നുണ്ടാക്കി ജനഹൃദയങ്ങൾ കീഴടക്കിയ നമ്മുടെ സ്വന്തം ചാച്ചനാണ്. ചാച്ചന് ചിരിച്ചേ. ചാച്ചന് ചിരി കണ്ടോ? അതിൽ തന്നെ ഉണ്ട് വലിയൊരു നിഷ്കളങ്കത. അപ്പൊ ചാച്ചൻ ഇന്ന് നമുക്ക് വേണ്ടി എന്നാ ചാച്ച ഉണ്ടാക്കാൻ വേണ്ടി പോന്നെ? പക്കോട. പക്കോട. ചിക്കൻ പക്കോട. ചിക്കൻ പക്കോട. ചിക്കൻ പക്കോട. ചിക്കൻ പക്കോട ചെക്കന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലേ? അപ്പൊ ചിക്കൻ പക്കോട. ആ, ചിക്കൻ പക്കോടയുടെ വിശേഷങ്ങളാണ് ചാച്ചന്. നല്ല ചാച്ച? ഓക്കെ. ചാച്ച, ആദ്യമായിട്ട് നമ്മൾ എന്നാ ചെയ്യാൻ വേണ്ടി പോന്നെ? ചിക്കൻ പക്കോട ഉണ്ടാക്കാൻ പോകുന്നു. അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ സ്റ്റവ് കത്തിച്ചു. എണ്ണ വെക്കുന്നു. എണ്ണയുടെ വലിയൊരു അല്ലേ കന്നാസ് നമ്മുടെ കയ്യിലുണ്ട്. കുടത്തോടെ ഒഴിക്കുന്നു. കുടത്തിലൂടെ അങ്ങ് ഒഴിക്കുകയാണ് അല്ലേ? അതെ അതെ, കുടത്തോടെ എണ്ണ ഒഴിക്കുന്നു. നമ്മുടെ ചിക്കൻ പക്കാവടയുടെ ഒരു അഭിവാജ്യ ഘടകങ്ങൾ എന്നൊക്കെയാ? ചിക്കൻ പക്കാവടയുടെ കടലമാവ്, ഉള്ളി, ഇഞ്ചി, സവോള, പച്ചമുളക്, ചിക്കൻ മസാല കൂട്ടി വറുത്തതാണ് ചിക്കൻ. മസാല കൂട്ടി വറുത്തതാണ്. ആ ചിക്കനാണ് മാവിനകത്ത് കൂട്ടുന്നത്. പിന്നെ ഉപ്പും കറിവേപ്പില, പിന്നെ എണ്ണ. ഇത്രയും സാധനങ്ങളാണ് ചിക്കൻ പക്കാവട. എന്നാ പിന്നെ എണ്ണ തിളച്ചു തുടങ്ങിയാ? എണ്ണ തിളച്ചു തുടങ്ങി. രാവിലെ എടുത്ത് കുഴക്കണോ പോയിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് കടലമാവ് കുഴക്കണം അല്ലേ? അതെ, കടലമാവ് കുഴക്കണം. ചാച്ച, ഇത് എന്തെങ്കിലും കടലമാവ് ഉണ്ടാവും ചാച്ച? 1 കിലോ സവോള വേണം. ഉള്ളി, സവോള വേണം. സവോള നമുക്ക് എത്ര സവോളയാ ചെയ്ത? ഇത് 500 സവോള. 500 സവോള. ഇതാ ചെറിയുള്ളി വേണം. ചെറിയുള്ളി വേണം. ചെറിയുള്ളി വേണം. വേറെ എന്നാ വേണ്ടേ? പച്ചമുളക് വേണം. പച്ചമുളക് എന്താ വേണ്ടേ? എത്ര മുളക്? 100 ഗ്രാം. 100 ഗ്രാം പച്ചമുളക് അല്ലേ? ഇനി അടുത്തത് നമ്മുടെ സ്വന്തം ഇഞ്ചിയാണ് അല്ലേ? ഇഞ്ചിയാണ്. ഇഞ്ചി എത്രയാ വേണ്ടേ? ഇഞ്ചി ഒരു 50 ഗ്രാം. 50 ഗ്രാം ഇഞ്ചി. കറിവേപ്പില. നമ്മൾ കറിവേപ്പില മനഃപൂർവ്വം കറിവേപ്പിലയായിട്ട് ഒഴിവാക്കിയതാണോ? അതല്ല, നമുക്ക് ഒഴിവാക്കത്തില്ലല്ലോ. കറിവേപ്പില, ഉപ്പ്. പിന്നെ നമുക്കിതൊന്നും ഒഴിവാക്കത്തില്ല, എല്ലാം കൂട്ടണം. അതെ. ഉപ്പ് എത്രയാ? ആവശ്യത്തിന് മാത്രം. ആവശ്യത്തിന്. അതെ. BP ഉള്ളവർ അധികം കഴിക്കാതിരിക്കുന്നതാണ്. ബിപിക്കൊന്നും ഉപ്പ് കുഴപ്പമില്ല. ഈ ഉപ്പ് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു അഭിവാജ്യ ഘടകമില്ലേ ചാച്ച? ചിക്കൻ ആയില്ല. ചിക്കൻ ഇടാൻ പണിയുണ്ട്. നന്നായിട്ട് കുഴയണം ചാച്ച. അത് വേണം. എന്തായാലും ചാച്ച എത്ര വെള്ളം ഒഴിക്കുന്നത്? അതിന് വെള്ളത്തിന് അളവൊന്നുമില്ല. അതിന് പാകത്തിന് വെള്ളം ഒഴിക്കുക. അത് വെള്ളം അളന്നൊന്നുമല്ല ഒഴിക്കുക. ഇതിനാവശ്യം പോലെ കണക്കിനായി വെള്ളം ഒഴിക്കുക. എന്നിട്ട് പിന്നെ എണ്ണയ്ക്ക് അതോട്ട് കോരിയിടുക. എത്ര കിലോ ചിക്കൻ? അത് 1 കിലോ ചിക്കൻ. 1 കിലോ ചിക്കൻ. അതെ, നന്നായിട്ട് കുഞ്ഞായിട്ട് അതിന്റെ എല്ലാം മാറ്റിയിട്ട്. പണ്ട് കാലം ഹോട്ടലായിരുന്നു ഇവിടെ. അപ്പൊ ഇവിടെ ചിക്കൻ പൊക്ക അവിടെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. അത് ഞാനിപ്പോ ഉണ്ടാക്കി കാണിക്കുന്നു. കോഴിമരുന്നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? കോഴിമരുന്ന് നല്ലതാണ്. അത് പലർക്കും ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും വിളിക്കലുണ്ട്. കൂത്താട്ടുകുളം, പാലായി എന്നൊക്കെ വന്ന ആൾക്കാർ മേടിക്കലുണ്ട്. ദുബായിക്കാരൊക്കെ വിളിക്കലുണ്ട്. അതെ, അവർക്ക് പാർസലായിട്ട് കൊടുക്കണം പോലും. പാർസലായിട്ട് അയച്ചു കൊടുക്കണം. അതെ. ഇനിയിപ്പോ നമ്മള് ഇതെന്നാ ചെയ്യാൻ വേണ്ടി പോന്നെ? ഇതിപ്പോ എണ്ണയിലോട്ട് ഇടുവാണേ. എണ്ണയിലോട്ട് ഇടുവാണ് അല്ലേ? അതെ, ചിക്കൻ പക്കാവട എണ്ണയിലിടുവാണ്. ഇങ്ങനെയാണ് ഇത് എണ്ണയിലിടുക. ചിക്കൻ പക്കാവട എണ്ണയിലോട്ട് ഇട്ടു. ഈ എണ്ണ മുങ്ങുന്നോളം വരെ ഇടണോ? അതിനെ കണക്കിലിടുക. അത്ര ഇത് നമ്മൾ ഒട്ടിപ്പിടിക്കുമല്ലോ അന്നേരം? അതില്ല, അതൊക്കെ വിട്ടു പോകും. അതെ അല്ലേ? ഒട്ടിപ്പിടിക്കുന്നതൊക്കെ തന്നെ വിട്ടു പോകും. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. അങ്ങനെയാണ്. ഈ ചിക്കൻ പക്കാവട ഒന്ന് മറിക്കാൻ പോണേ. മറിച്ചിട്ടാലേ ഇവന്റെ 2 സൈഡ് ഒരുപോലെ വേഗം. അതിനാണ് ഇവനെ മറിക്കുന്നത്.
ഇത് കൂട്ടത്തിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ചാച്ചാ? ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയി കിടക്കാണല്ലോ. അതൊക്കെ അങ്ങനെ ആയിക്കോളും, നമ്മൾ സെപ്പറേറ്റ് ആക്കുമല്ലേ. ഉഷാറ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക അല്ലേ? ബ്രിട്ടീഷുകാർന്നുണ്ടോ? എൻ്റെ മക്കളെ ഇതൊക്കെ ഒരുപാട് ഗുണമുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ചോദിച്ച് മേടിക്കുന്ന പിന്നെ വന്നുകൊണ്ട് പറയും ചാറ്റാ ഒരു പ്ലേറ്റ് പക്കാവട, ചിക്കൻ പക്കാവട എന്നുണ്ടോ എന്ന് ചോദിക്കും. അതാണ് ഇതിൻ്റെയൊക്കെ ഗുണം. അതെ. വേറെ നമ്മുടെ കച്ചവടത്തിന് രഹസ്യം ചെയ്തതാണ്. കപ്പ ബിരിയാണി, പോത്തിറച്ചി, ആട്ടിറച്ചി, പന്നിയിറച്ചി. ആ പിന്നെ ഇപ്പം ആവശ്യാനുസരണം ഓർഡർ ചെയ്യും, അങ്ങനെ കൊടുക്കല്. ഇതിനകത്ത് കപ്പയിറച്ചി കപ്പയും ബീഫും കൂടെ ഭയങ്കര ഹിറ്റായിരുന്നു അല്ലേ? അതെ. കപ്പ ബിരിയാണിയും അങ്ങനെയായിരുന്നു. അതെ അല്ലേ? അടിപൊളിയായിരുന്നു. ചാച്ച, ഈ മലബാറിന് ചില സ്ഥലങ്ങളോട് ഈ ചക്ക ബിരിയാണി എന്ന് പറഞ്ഞൊരു സംഭവം ചാച്ചൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ചക്ക ബിരിയാണി അതെ, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അല്ലേ? കഴിച്ചിട്ടുണ്ടോ ചാച്ചൻ? കഴിച്ചിട്ടുണ്ട്. ഉഷാറാണല്ലേ? നല്ലതാണ്. ചാച്ച, ഇനി പണ്ട് കാലത്തെ ഞാൻ കേട്ടിട്ടുണ്ട് ചാച്ചൻ ഈ ഒരുപാട് ദൂരം നടന്നിട്ടാണ് ഈ പാൽപ്പൊടി ഉപ്പൊക്കെ മേടിക്കാൻ വേണ്ടി ഇവിടെ കുടിയേറിയ സമയത്ത് ഒരു 10-20 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടാണ് പോയിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. അതെ. അതെങ്ങനെയായിരുന്നു ആ കഥ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ വെളുപ്പിന് ഒരു 4 മണിയാകുമ്പോൾ ഇവിടെ നടക്കാൻ തുടങ്ങും. ചെങ്ങളായി പോയി ഒരു 10 മണിയാകുമ്പോൾ ചെങ്ങളായിലെത്തും. 10 മണിയാവും. ഇവിടുന്ന് എത്ര മണിക്ക് പോകുന്നു? 4, 5 മണിയൊക്കെ ആകുമ്പോൾ പോകും. 5 മണിക്ക് ആകാനും പോകും. പിന്നെ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിക്കും. അപ്പൊ അത്രയും ദൂരെ പോകണമായിരുന്നു അന്ന്. അതെ. അന്നൊരു മനുഷ്യനില്ല, വഴിയില്ലാത്തൊക്കെ ഒരു കാലമായിരുന്നു. അപ്പൊ അന്ന് അത്രയും ദൂരെയൊക്കെ പോയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ പോകും. അന്ന് ഈ കുടിയേറിയ സമയത്ത് ഇവിടെ വന്യമൃഗശല്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നൊക്കെയായിരുന്നു? കടുവ, ചെന്നായി, അങ്ങനെ ഉള്ള മൃഗങ്ങളൊക്കെ. ആന വഴി എല്ലാ മൃഗങ്ങളും. അപ്പൊ ഈ കടുവയൊക്കെ ശരിക്കും പറഞ്ഞ ഈ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെയൊക്കെ കൂടി കന്നാലിയൊക്കെ പിടിച്ചിട്ടുണ്ട്. കാളവണ്ടി ഉണ്ടായിരുന്നു. കാളവണ്ടി കൊണ്ട് തളിപ്പറമ്പിലൊക്കെ പോകും. ഈ കാളവണ്ടിക്കകത്ത് ചരക്കുന്ന പ്രധാനമായിട്ടുള്ള കാളവണ്ടിക്കകത്ത് ശരിക്കും അന്നത്തെ കാലത്ത് വാഴക്കൊല, അടയ്ക്ക, കുരുമുളക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അന്നത്തെ കാലത്ത് കാളവണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരുമ്പം അരി സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ വരുന്നു. മോനെ, കാളവണ്ടിയെ കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ കള്ളന്മാര് മുളകൊക്കെ കൊണ്ടുവന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു മോനെ. അതെങ്ങനെയാ? അത് നെടുവാലൂർ എത്തിയാൽ അന്നത്തെ കാലത്ത് നെടുവാലൂരൊന്നും മനുഷ്യരില്ല. അപ്പൊ അവിടെ എത്തി കഴിയുമ്പോൾ കള്ളന്മാരൊക്കെ പുറകെ ഉണ്ടാവും. അപ്പൊ ഒരു വണ്ടിയൊക്കെ ഒറ്റയ്ക്കൊക്കെ പോകുന്നെങ്കിൽ അവർ കള്ളന്മാർ വന്ന് കൊണ്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. കള്ളന്മാരൊക്കെ പുറകെ വന്നിട്ടുമുണ്ട്. നമ്മൾ ഓടിക്കാൻ ഇടപെട്ട് ഓടിച്ചിട്ടുമൊക്കെ ഉണ്ട്. ആയുധങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും അവർ ആയുധമൊക്കെ കരുതിയേ വരുള്ളൂ. നമ്മളും ആയുധമൊക്കെ കരുതിയേ പോവുള്ളൂ. അല്ല, എൻ്റെ അനിയനുണ്ടാവും. നിങ്ങൾ രണ്ടുപേരും പൊക്കോണ്ടിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ രാവിലെ ഒരു വർഷം പുട്ട്, ഒരു എന്തെങ്കിലും ഒരു പപ്പടമോ ഒരു കറി എന്തെങ്കിലും, ഒരു പഴമോ. പുട്ടാണ് എൻ്റെ പ്രധാന ഇഷ്ടപ്പെട്ട പലഹാരം. വേറെ ഒരു പലഹാരമോ എനിക്കൊരു താല്പര്യമില്ല. പുട്ടും പഴമോ അല്ലെങ്കിൽ പുട്ടും കറി എന്തെങ്കിലും കാണും. അങ്ങനെ എൻ്റെ രാവിലത്തെ ഭക്ഷണം അതാണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വേറെ എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് വേണ്ടതാണ്. ദോശയോ, പണ്ടൊക്കെ ദോശ ഇഷ്ടമായിരുന്നു. ഇപ്പൊ ദോശയോടൊന്നും ഒരു താല്പര്യമില്ല. ഈ മുടി ഇങ്ങനെ ഉള്ള രഹസ്യം എന്നാ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്? അത് തമ്പുരാനോട് ചോദിക്കണം. ഇയാളുടെ മുടി എങ്ങനെയായി? ഞാൻ അതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ വളഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ മോനെ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കൂടുതൽ മുമ്പ് അവനും തരും. ഇല്ല വേണ്ട, എനിക്ക് അതിന് ആവശ്യമില്ല. അതുകൊണ്ട് മീശയൊക്കെ ഇച്ചിരി കട്ടിയിലൊക്കെ പറയുന്നവർക്കല്ലേ, എനിക്കെന്തിനും മീശ പറയും. ഗൗരവക്കാർക്കുള്ളതാണോ മീശ? എന്നാ ഞാൻ പഠിച്ചേക്കുന്നത്. നമ്മൾ ശുദ്ധ പാവമാണ്. എല്ലാ മനുഷ്യരൊക്കെ ഈ പാവം. ആരടാന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നി കേട്ടാന്ന് പറഞ്ഞ് ഓടുന്നു. അതിൽ കൂടുതൽ ഞാൻ എന്നാ ചെയ്യുന്നത്? സത്യം. അതെ. ഓടാവുന്നതിൻ്റെ പരമാവധി ഓടും. അതിന് ഇട വന്നിട്ടില്ല കേട്ടോ. ഇന്ന് വരെ അതിനോട് ഇട വന്നില്ല. പോലെ മുഖം കറുത്തൊരു മനുഷ്യനോട് വർത്തമാനം പറയാനിട വന്നിട്ടില്ല. നമ്മളങ്ങനെ നിൽക്കുകയുള്ളൂ. ചിക്കൻ പക്കാവട കോരുവാ. ഇത് പുതിയ പാകമായിട്ടുണ്ട്. അപ്പം ചിക്കൻ പക്കാവട എണ്ണയിൽ നിന്ന് ഇത് എളുപ്പം ആർക്കും ഉണ്ടാക്കാവുന്ന സാധനമാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ആർക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. പിള്ളേർക്കും വലിയവർക്കും എല്ലാം ആർക്കും കഴിക്കുകയും ചെയ്യാം. ശരിക്കും ചിക്കൻ പക്കാവട ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. അല്ലേ? പക്കാവട ഞാൻ കണ്ടിട്ടുണ്ട്, പക്കാവട കഴിച്ചിട്ടുണ്ട്. പക്ഷെ ചിക്കൻ പക്കാവട ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ചിക്കൻ പക്കാവട മൊരിഞ്ഞ് നല്ല ഭംഗിയിൽ അല്ലേ ചാച്ചാ?
അതേപോലെ നല്ല പക്കവട. നല്ല പക്കവട ഒന്ന് കഴിച്ചു നോക്കിയാലോ? ഞാൻ കഴിച്ചു, നീ ഒന്ന് കഴിച്ചു നോക്ക്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, അടിപൊളി. അല്ല, ചിക്കൻ്റെ ഒരു പീസും ഉണ്ട് കേട്ടോ. പക്കാവട എടുക്കുമ്പോൾ ചിക്കൻ ഫ്രീ ആണോ ചേച്ചാ? അത് ചിക്കൻ ഫ്രീ. ചിക്കൻ പക്കാവട ചാച്ചൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുക. നമുക്ക് ചാച്ചനോട് ഇരിക്കും, ഇത് എങ്ങനെയുണ്ടത്? എങ്ങനെയുണ്ട് ചാച്ചാ? ചിക്കൻ പക്കാവട നല്ല, ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ നല്ലതല്ലെന്ന് ഒരിക്കലും പറയില്ല. ഇനി കഴിക്കുന്നവരുടെ അഭിപ്രായം പറയുക. അതെ, ഉഷാറ്. അപ്പം ഞാൻ കഴിച്ചു നോക്കി, വളരെ ഗംഭീര രുചിയാണ്. നമുക്ക് പക്കാവട കടകളിൽ കിട്ടും, പക്ഷേ ചിക്കൻ പക്കാവട എവിടെയും കിട്ടത്തില്ല. ഒരു വ്യത്യസ്തമായ രുചിക്കൂട്ടാണ് ചിക്കൻ പക്കാവടയിൽ ചാച്ചൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ചാച്ചനൊപ്പമുള്ള ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വ്യത്യസ്തമായ ഇത്തരം പാചക പരീക്ഷണങ്ങൾ കാണാനും പാചക രുചികൾ അറിയാനും സംസാരം ടെലിവിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ചാച്ച എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം, എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം ചിക്കൻ പക്കാവട. അപ്പോൾ ചാച്ചൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അല്ലേ ചാച്ച? നമസ്കാരം. ആരെ ഏറ്റവും ഇഷ്ടം? ഡൗൺ സിൻഡ്രോം എന്ന അസുഖത്തെ കഠിനാധ്വാനം കൊണ്ടും കഴിവ് കൊണ്ടും തോൽപ്പിച്ച് ചെണ്ടമേളത്തിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ കുടുംബാംഗമായ കണ്ണൻ. പഴശ്ശി ബഡ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ കണ്ണൻ മേളപ്പെരുമയ്ക്ക് നേടിയ പുരസ്കാരങ്ങളും ഏറെയാണ്.